ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. US താരിഫിന് നല്ലപോലെ എഫക്റ്റാണ് ഇന്ന് മാർക്കറ്റിലുണ്ടായത്. താരിഫിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോടുകൂടി മാർക്കറ്റ് താഴോട്ടാണ് ഇന്ന് രാവിലെ മുതൽ മൂവ് ചെയ്തിരുന്നത്. നിഫ്റ്റി ഇന്ന് 24,500 ക്ലോസ് ചെയ്തപ്പോൾ 211 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 630 പോയിൻറ്റ്സ് കുറവ് കണ്ടു. 53,820 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 718 പോയിൻറ്റ്സ് കുറഞ്ഞ് 56,047 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 70,294 ക്ലോസ് ചെയ്തപ്പോൾ 254 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 12.17 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 705 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 80,080 ക്ലോസ് ചെയ്തത്. ഇത് നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ എബോവ് 1% ഫോളാണെന്ന് കണ്ടത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഇടിവ് കാണാൻ സാധിച്ചു. നിഫ്റ്റി ഓട്ടോ എന്ന് 136 പോയിൻറ്റ്സ് കുറഞ്ഞ് 25,183 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 33,682 ക്ലോസ് ചെയ്യുമ്പോൾ 273 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 312 പോയിൻറ്റ്സ് കുറഞ്ഞ് 25,640 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,612 ക്ലോസ് ചെയ്തപ്പോൾ 574 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ എന്ന് 14,375 ക്ലോസ് ചെയ്തപ്പോൾ 133 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 64 പോയിൻറ്റ്സിൻ്റെ കുറഞ്ഞ് 8904 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 574 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,488 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1606 ക്ലോസ് ചെയ്തപ്പോൾ 7 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 69 പോയിൻറ്റ്സ് കുറഞ്ഞ് 9210 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,900 ക്ലോസ് ചെയ്തപ്പോൾ 49 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 21,808 ക്ലോസ് ചെയ്തപ്പോൾ 181 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 70 പോയിൻറ്റ്സ് കുറഞ്ഞ് 6778 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 13 പോയിൻറ്റ്സ് കുറഞ്ഞ് 882 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് 835 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1901 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ടൈറ്റാൻ 1.06% റാലി നടത്തി. കോൾ ഇന്ത്യ 0.68% റാലി നടത്തി. ഹീറോ മോട്ടോകോ 0.65%, L&T 0.64%, മാരുതി 0.57%, ആക്സിസ് ബാങ്ക് 0.52%, അദാനി എൻ്റർപ്രൈസ് 0.44%, റിലയൻസ് 0.43%, ഏഷ്യൻ പെയിൻറ്റ് 0.35% ആൻഡ് ബജാജ് ഫിനാൻസ് 0.21% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ശ്രീറാം ഫിനാൻസ് 3.94% ഫോളോ നടത്തി. HCL ടെക് 2.85% ഫോളോ കണ്ടു. പവർ ഗ്രിഡ് 2.04%, TCS 1.88%, ടാറ്റ കൺസ്യൂമർ 1.82%, ഇൻഫി 1.74%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.44%, ജിയോ ഫിനാൻസ് 1.43%, ICICI ബാങ്ക് 1.34% ആൻഡ് HDFC ബാങ്ക് 1.19% ഫോളോ കണ്ടു. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 ഓഗസ്റ്റിൽ 25,235 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,500 നിൽക്കുമ്പോൾ 2.91% ലോസാണ് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,500 നിൽക്കുമ്പോൾ 3.19% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു? മൺഡേ 24,967 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,712 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഹോളിഡേ ആയിരുന്നു. ഇന്ന് തേഴ്സ്ഡേ 24,500 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റിൽ 1.48% ലോസാണ് കാണാൻ സാധിക്കുന്നത്. ആകെ 369 പോയിൻ്റ് ഇടിവാണ് ഈ ആഴ്ച ആദ്യം മുതൽ നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ക്വാർട്ടർ GDP ഡേറ്റ ഇന്ത്യ എന്ന് വരുന്നുണ്ട് 29 ഓഗസ്റ്റിന്. ഇതാണ് ഒരു ഇവൻറ്റ് നാളെ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് ഇതാണ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.